ഹലോ, അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു ബിസി ഡേ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. റൈഡ് അടിക്കാൻ ഓരോ കാരണങ്ങളെന്ന് പറയുന്ന പോലെ. ഇതിപ്പോൾ ടൈം ഓൾമോസ്റ്റ് 10:35 കഴിഞ്ഞു രാത്രി. നമ്മൾ ഇന്നൊരു ബോറൻ ദിവസമായിരുന്നു, അതായത് വർക്കും എല്ലാം കൊണ്ടും. ഇതൊരു വർക്കിംഗ് ഡേ ആണ്, ഒരു ബുധനാഴ്ചയാണ്. അപ്പം ജോലിയെല്ലാം കഴിഞ്ഞപ്പം ഒന്ന് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. തലയെല്ലാം കൂടെ പെരുത്തിരിക്കുകയാണ്. ഇപ്പോൾ വൈ ഡു യു റൈഡ് എന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരവായിരിക്കും. ഇപ്പം ഒരാളോട് തന്നെ ചോദിച്ചാൽ പോലും ഓരോ തവണ ഓരോ റീസൺ ആയിരിക്കും പറയുന്നത്. നമുക്ക് ഓരോ ദിവസം ഓരോ കാരണങ്ങൾ കാണും. ഇപ്പം ബൈക്കെടുത്ത് എവിടെയെങ്കിലും പോകാൻ, ഇപ്പം നമ്മൾ ഇപ്പോൾ ജോലി ആയാലും അങ്ങനെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ നമുക്ക് അത് ചെയ്യുന്നതിലൂടെ സന്തോഷം മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ എല്ലാവരും അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ജോലി കിട്ടണമെന്നുമില്ല. അപ്പം നമ്മളുടെ ഹോബി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം എനിക്ക് ഇന്ന് ജോലി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയത്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനസ്സിന് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. മെയിൻലി നമ്മളിത് പോകുന്നത് തന്നെ ആ ഒരു മെൻ്റൽ പീസിനും മനസ്സിനൊരു സന്തോഷവും ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാക്കാൻ വേണ്ടിയാണ്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയാണ്. ആ എൻഫീൽഡിൻ്റെ നമ്പർ കണ്ടില്ലേ, MEV. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു നമ്പർ പ്ലേറ്റ് കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തന്മാർ സിഗ്നൽ തെറ്റിച്ച് കയറും. നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി റൈഡ് അടിച്ചാലും സ്ട്രെസ്സൊക്കെ കൂടെ വന്നോളും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യം പറഞ്ഞ ഒരു അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും പോവല്ല. ഞാൻ എൻ്റെ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം പോവാണ്. എനിക്ക് വേണ്ടി ഞാനൊന്ന് റൈഡ് അടിക്കാൻ പോവാണ്, അല്ലാതെ ഒരു പ്രത്യേക ആവശ്യമൊന്നുമില്ല. ഇതൊരാവശ്യമാണ്. അപ്പം നമുക്ക് പലരും മിസ് ചെയ്യുന്നൊരാവശ്യമാണ്. പലരും ടെൻഷനൊക്കെ അടിക്കുമ്പോൾ 2 എണ്ണം അടിച്ച് കിടന്നുറങ്ങത്തേ ഉള്ളൂ. ആ പൈസ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ഏത് സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ ആ ഒരു സ്ട്രെസ് ലെവൽ എത്രയാണ്, നമ്മൾ അന്നത്തെ മൂഡ് തന്നെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കൊണ്ട് ശരിയാണ് മൂഡൊന്ന് എൻലൈറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അവർ വിചാരിച്ചാൽ അവർ എൻലൈറ്റ്മെൻറ്റ് ചെയ്ത് തരും, നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. അതേപോലെ ആശ്വാസ വാക്കുകൾ പറയാൻ പറ്റും. എന്നാൽ എപ്പോഴും നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളായിട്ടുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ. എന്നും പറഞ്ഞ് ഞാൻ വിഷാദത്തിൻ്റെ അടിമയൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞാൽ, ഇങ്ങനെ മൂഡ് ഔട്ടൊക്കെ ആയിരിക്കുമ്പോഴോ ജോലി ചെയ്ത് മടുത്തൊക്കെ ഇരിക്കുമ്പോൾ വണ്ടി എടുത്തൊരു ഒറ്റ വിടല്, അതേ പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഹൊസ്കോട്ടെ ടോളിൻ്റെ അവിടെ ആയി. സോ നമ്മളത് എയർപോർട്ട് റോഡിലോട്ട് പോവാണ്. നൈറ്റ് അടിപൊളിയാണ്. നൈറ്റ് ഞാൻ കണ്ടു വെച്ചിട്ട് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന റോഡാണത്. കാരണം വെട്ടവും വെളിച്ചമുണ്ട്, ഒരു സേഫ്റ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ലൈറ്റാണ് ഈ റൂട്ട്. നല്ല ഭംഗിയാണ് ഇതൊരു ഇങ്ങനെ ഈ റോഡ് കാണാനും ഈ വഴി കാണാനും ഒക്കെ നൈറ്റ്.
ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ ഭാവി എന്ത് രസം നോക്കി കാണാൻ. ഇപ്പോൾ നവംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, കാരണം മഞ്ഞും കാണാം ചെറുതായിട്ട്. ഇതേ കണ്ടോ, അതാണ് എയർപോർട്ട്. നമ്മൾ പക്ഷേ ഇവിടുന്ന് ഷെല്ലിലോട്ടാണ് പോകുന്നത്. ഇപ്പം തിരിച്ച് നമ്മളത് വഴി കയറി കറങ്ങി തിരിച്ച് കണ്ടോ, ഇവിടെ ബ്ലോക്ക് കണ്ടോ. കണ്ടില്ല എന്ത് രസം അറിയാം ബിൽഡിങ്. സോ അതുകൊണ്ട് ആ ബോർഡ് കണ്ടില്ല, അതാണ് ഷെല്ല്. ഉണ്ടങ്ങ് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം തന്നെ ഇങ്ങനെയാണ്. എയർപോർട്ട് റോഡാണിത്. കണ്ടില്ലേ ഷെല്ല്. ഇപ്പോൾ 11:45. അവിടെ ഒരു 10R ഒക്കെ ഇരിപ്പുണ്ട്. നമുക്കിവിടുന്ന് പെട്രോൾ അടിക്കണം. ഇത് കണ്ടില്ലേ ഒരു 10R അവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ അവിടെ ഒരു സെക്കൻഡ് ജനറേഷൻ 10R ഇരിപ്പുണ്ട് വിത്ത് എക്സോസ്റ്റ്. ആ സോ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തു. 116 രൂപയാണ് ഒരു ലിറ്ററിന്. 890 കിടപ്പുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി, ചെറിയൊരു കോഫി കുടിച്ച്. അപ്പം കണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, പെട്രോൾ അടിക്കാം. വെറുതെ അവിടുത്തെ ഒരു ചെറിയ സ്റ്റോൾ പോലെ ഉണ്ട്. നമുക്ക് കോഫി കുറേ കാര്യങ്ങൾ, ചായ കോഫി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫുഡുണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത്. സോ നൈസായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. ചുമ്മാ നൈറ്റ് കറങ്ങി ഒന്ന് ചില്ല് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സ്പേസാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അവിടെ ഒരു 10R ഇരിപ്പുണ്ട്. കണ്ടില്ലേ
സോ കണ്ടില്ലേ ആ വ്യൂ ഒന്ന് നോക്കിക്കേ. നല്ല രസമുള്ള നല്ല രീതിയിൽ നല്ല അടിപൊളി ഡിസൈനാണ് ആ എയർപോർട്ടിൻ്റെ ലൈറ്റ് ഹൗസ്. സോ നമ്മളിതിപ്പോൾ എക്സിറ്റിലോട്ടാണ് പോകുന്നത്. ഇതുവഴി കയറി നമ്മൾ വന്ന വഴി തന്നെയാണ് പോകേണ്ടത്. ഞാനിതിവിടെ ഇപ്പോൾ കുറേ തവണയായിട്ട് വരുന്നുണ്ട്. വന്ന സ്ഥലം തന്നെ വീണ്ടും വരുന്നോ എന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷേ ഇതൊരു രസമുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞല്ലേ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. ചുമ്മാ ഈ രാത്രിയിൽ നമുക്ക് ഇത് ഇച്ചിരി സേഫാണ്. കാരണം ഇങ്ങോട്ട് വരുന്ന റൂട്ടെല്ലാം ഒട്ടുമിക്കതിലും മറ്റേ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. ഹൈവേയിലായാലും നല്ല പ്രകാശമുള്ള ഹൈവേ ആണ്. അല്ലാതെ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചുമ്മാ വെട്ടമില്ല വെളിച്ചമില്ലാത്ത റോഡിൽ കൂടെ ഒക്കെ പോയാൽ റിസ്ക്കാണ്. അതിൽ നല്ല ഇതാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വരുമ്പോൾ. രാത്രിയിലത്തെ കാര്യം കേട്ടോ. നമ്മൾ ഇനിയും ലേറ്റ്, ഇനിയും കുറച്ച് നേരം നിന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും വൈബായിരിക്കും. കാരണം കുറച്ചുകൂടെ ഇപ്പോൾ ബൈക്കുകാരൊക്കെ വന്നു തുടങ്ങത്തേ ഉള്ളൂ. ഇനി 12 മണി കഴിയുമ്പോഴാണ് സൂപ്പർ ബൈക്കൊക്കെ വന്നു തുടങ്ങുന്നത്. എനിക്ക് പിന്നെ 4 വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ തിരിച്ചു പോവാണ്. ഇത് കണ്ടില്ലേ, നൈറ്റായിട്ട് തന്നെ എന്തൊരു വൈബാന്ന് ഈ റൂട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷോർട്ട് റൈഡ് പോയത് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അതുപോലെ ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ ചുമ്മാ ഒന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്ലേസാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.